ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു പഞ്ഞ് പോലുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ എപ്പോഴും ഉണ്ടാക്കി കഴിക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു മുറി തേങ്ങയുടെ പകുതി ഭാഗത്തോളം കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിരകിയ തേങ്ങയാണ് എടുക്കുന്നതെങ്കിൽ അരക്കപ്പ് എടുത്താൽ മതി. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തത് കൊണ്ടാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് അളവിൽ കപ്പലണ്ടിയും ഇട്ട് കൊടുത്തു. 3 ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കാം. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കണം. അതിലേക്ക് നല്ല പോലെ പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. നമ്മളിത് ഈ ഒരു പഴം കടിക്കാനായിട്ട് കിട്ടുന്ന പരുവത്തിലാണ് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് പാല് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള പാലാണ്. ഇനി ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം നല്ല മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1/2 കപ്പ് അളവിൽ ഇട്ട് കൊടുത്തു. ഇനി ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് നല്ലപോലെ അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ നേരത്തെ ചെറിയ ജാറിൽ പൊടിച്ചു വെച്ചിരുന്ന ആ ഒരു കപ്പലണ്ടി മിക്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 250 ml കപ്പിൻ്റെ അളവിൽ 1.25 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വക്ക് ഭാഗം തട്ടാതെ നിറച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. ഇനി രണ്ടാമത്തെ കപ്പിൽ പകുതിയോളം 1/4 ഭാഗത്തോളം ഗോതമ്പ് പൊടി എടുത്തതിന് ശേഷം ബാക്കി 1/4 ഭാഗം റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവയാണ് വേണ്ടത്. അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറുത്ത റവ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ ഇത് കിട്ടുള്ളൂ. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. വിസ്ക് വെച്ച് തന്നെ ഇളക്കിയെടുക്കുകയാണ്. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇളക്കിയെടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ ഇളക്കിയെടുക്കുമ്പോൾ നമുക്കിതിൻ്റെ പരുവം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് മനസ്സിലാവും. ഇപ്പോൾ നല്ല പോലെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചൊന്ന് ലൂസ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവിലും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പശുവിൻ പാല് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു സ്പാച്ച് വെച്ചിട്ടാണ് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത്. ഇത് ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് കട്ടിയും ആവരുത്. ഒരു ഇടത്തരം പരുവത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു അടി കട്ടിയുള്ള കടായി സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടറും നെയ്യും കൂടെ മിക്സ് ആക്കിയിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നെയ്യുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് ബട്ടർ മാത്രം യൂസ് ചെയ്യാം. അതല്ല ബട്ടറും നെയ്യും കൂടെ ആണെങ്കിൽ അതുപോലെയും ചെയ്യാം. കുറച്ച് തേങ്ങാക്കൊത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കപ്പലണ്ടി പൊടിച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ആ ഒരു മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം. എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുക. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് ലെവലാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 35 മിനിറ്റ് നേരം ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ച് പോലുള്ള പഞ്ഞ് പോലുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടും. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് വൈകിട്ടൊക്കെ തയ്യാറാക്കി കഴിക്കണമെന്ന് തോന്നുവാണെങ്കിലും ഇനി നേന്ത്രപ്പഴം വീട്ടിലുള്ള സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.